Hello my dear students, welcome to Race powered by Egan SL ആണ്. നമ്മൾ കീം എക്സാമിന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് റൗണ്ട് പ്രിപ്പറേഷൻസ് വളരെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൈവ് ക്ലാസ്സുകളൊക്കെ എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. 25th മുതൽ നമ്മൾ മാരത്തോൺ തുടങ്ങുകയാണ്. നിങ്ങളെല്ലാവരും ആ എക്സാമിൻ്റെ ആ ഒരു മാക്സിമം ഹീറ്റിലും പ്രഷറിലും ഒക്കെ ഇരിക്കുകയായിരിക്കും. സോ നമ്മൾ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്ററിലെ ഒരു 10 ക്വസ്റ്റ്യൻസ് 10 മിനിറ്റ്സ് കൊണ്ട് പരമാവധി പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ്. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. മക്കളെ നല്ലോണം ശ്രദ്ധിച്ചോളാം. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ എക്സാം പേപ്പറിൽ കാണാം. യെസ്, റെഡി? Yes, now we go. A proton moves with a speed of 5 into 10 raised to 6 meter per second along x-axis. It enters a region where there is a magnetic field of magnitude 2 Tesla direct at an angle of 30 degree to the x-axis and in the xy plane. Magnitude of force. So, direct question ആണ് 2017 ചോദിച്ചത്. F equal to QVB sin theta. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്രോട്ടോൺ ആണ്. ചാർജ് എത്ര? 1.6 into 10 raised to minus 19. വെലോസിറ്റി എത്ര തന്നിരിക്കുന്നു? 5 into 10 raised to 6. മാഗ്നറ്റിക് ഫീൽഡ് 2. സൈൻ 30 1/2. ഇവിടെ തന്നെ 2 കട്ട് ചെയ്യാം. സോ 1.6 into 5 8. 10 raised to minus 19 and 6 10 raised to minus 13. യെസ്, ആൻസർ ഇവിടെയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. If the cyclotron oscillating frequency is 16 megahertz, then what should be the operating magnetic field accelerating proton of mass 1.6 into 10 raised to minus 27? എന്തായിരുന്നു cyclotron frequency? F equal to QB by 2 pi m. യെസ്, ഇതിൽ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഇത് ഒരു പ്രോട്ടോണിനെ ആക്സിലറേറ്റ് ചെയ്യണമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എത്ര എന്നാണ് ചോദ്യം. സോ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു F into 2 pi m divided by Q. That is equal to frequency 16 mega 10 raised to 6 into 2 pi. ഓപ്ഷനിലൊക്കെ പൈ ഇവിടെ കാണുന്നുണ്ട്. ഓപ്ഷൻ ഒന്ന് ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പൈ അവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട. സോ പൈ ഇൻറ്റു മാസ് 1.67 into 10 raised to minus 27 divided by charge 1.6 into 10 raised to minus 19. 16ഉം 1.6ഉം കട്ട് ചെയ്യാം. ഇവിടെ 10 ടൈംസ് വരും. ശരിയല്ലേ? ദെൻ പിന്നെന്താ ഉള്ളത്? 2 into 1.67. അത് 2 into 1.67 എന്ന് പറയുമ്പോൾ 3.34 ഉണ്ടാകും അല്ലേ? 10ൻ്റെ പവേഴ്സ് വരുമ്പോൾ 10 raised to minus 19ഉം minus 27ഉം കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ ഒരു minus 8 ഉണ്ടാവും. 10 raised to 6ഉം 10ഉം കൂടെ 10 raised to 7. സോ ഒരു -1 ബാക്കി. സോ 0.334 പൈ അല്ലേ? ഇവിടെ ഒരു പൈയും കൂടി ഉണ്ട്, പൈ. സോ ആൻസർ ഇവിടെ കാണാം 0.334 പൈ. റെഡി അല്ലടാ? ഓക്കെ, 2020 ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ. എ ലോങ് സോളിനോയിഡ് 500 ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് carries a current of 1.5 ampere. Magnetic induction at one end of the solenoid. വളരെ ശ്രദ്ധിക്കണം. സോളിനോയിഡിന്റെ മിഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡും വൺ എൻഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡും വ്യത്യാസമുണ്ട്. മിഡിൽ ആയിരുന്നെങ്കിൽ ഇക്വേഷൻ μ0 ni എന്നാണ്. എന്നാൽ വൺ എൻഡ് ചോദിച്ചാൽ /2 എടുക്കണം. സോ വാല്യൂ നോക്കാം. 4 pi into 10 raised to minus 7. Number of turns per unit length 500. Current 1.5 divided by 2. 2 4 കട്ട് ചെയ്യാം. 2. സോ 2 into pi ഉണ്ട് അവിടെ. അതല്ലെങ്കിൽ നമുക്ക് യെസ് അങ്ങനെ ചെയ്യാം. 2 into 3.14 into 5 into 1.5. ഓക്കെ, 500ൽ 2 0 ഞാൻ കട്ട് ചെയ്യാണ്. ഇൻറ്റു 10 raised to minus 5. ഇത്രയും ചെയ്ത് നോക്കാം. 2 into 3.14 2 into 3 അറൗണ്ട് 6 7 ഒക്കെ വരും എന്ന് വിചാരിക്കാം. പിന്നെ ഒരു 5 ആണുള്ളത്. പിന്നെ 1.5ഉം ഇതെല്ലാം കൂടി വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നു 47 അപ്രോക്സിമേറ്റ് ഉണ്ടാവും. ഇൻറ്റു 10 raised to minus 5. സോ ഓപ്ഷൻ എവിടെയുണ്ട്? 47 into 10 raised to minus 5. സോ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു സോളിനോയിഡിൻ്റെ എൻഡിൽ വരുമ്പോൾ μ0 ni/2. ഓക്കെ, സോ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2020 ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് എ സർക്കുലർ കോയിൽ. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് എ സർക്കുലർ കോയിൽ B equal to μ0 ni divided by 2r. That is equal to 4 pi into 10 raised to minus 7. Number of turns തന്നിരിക്കുന്നു 50 turns ആണ്. കറണ്ട് 1 ampere ആണ്. by 2 into radius 10 centimeter 10 into 10 raised to minus 2.
യെസ്, കട്ട് ചെയ്ത് നോക്കാം. 4 2 കട്ട് ചെയ്യാം. 2 ഉണ്ട്. ആൻസറിലൊക്കെ പൈ ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. പൈ അവിടെ തന്നെയുണ്ട്. 2 × 50 100 ആണ്. 2 × 50 100 ആണ്. 10⁻⁷ കൂടെ വന്നാൽ പൈ × 10⁻⁵. താഴെ 10 × 10⁻², 10⁻⁻1. സോ അത് വീണ്ടും കട്ടായാൽ പൈ × 10⁻⁻4. പൈ × 10⁻⁻4 ആൻസർ ആദ്യത്തെ ഓപ്ഷൻ തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ 2022. An electron and proton moving with the same velocity v enter into uniform perpendicular magnetic field. Yes, charge magnetic ഫീൽഡിലേക്ക് കടക്കുന്നതിന് നമ്മൾ 3 തരം ആംഗിൾ ഓപ്ഷൻസ് പറയാറുണ്ട്. അതിനനുസരിച്ച് അവരുടെ പാത്തിനെ കുറിച്ച് പറയാറുണ്ട്. ഓർമ്മയുണ്ടോ? മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്നത് 90 ഡിഗ്രിയിലാണെങ്കിൽ പാത്ത് എന്തായിരിക്കും? അതിൻ്റെ പാത്ത് സർക്കിൾ ആയിരിക്കും. മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്നത് 0 or 180 ഡിഗ്രിയിലാണെങ്കിൽ അതിൻ്റെ പാത്ത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എന്ന് വെച്ചാൽ അതിൽ ഫോഴ്സ് അനുഭവപ്പെടില്ല. എനി അതർ ആംഗിൾ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്നത് എനി അതർ ആംഗിൾ ആണെങ്കിൽ ആ പാത്ത് ഹെലിക്സും ആയിരിക്കും. സോ proton alone moves in straight line alla, electron moves in straight line, both moves in straight line, both moves in circular path. Adana correct answer. Okay, the strength of Earth's magnetic field is 0.4 × 10⁻⁻5 Tesla. If this field is annulled, means cancel cheyugiyanu by magnetic induction produced the center of a circular coil. ഒരു സർക്കുലർ കോയിലിന്റെ സെന്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എർത്തിന്റെ ഫീൽഡിനെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഈക്വലന്റ് ഓപ്പോസിറ്റ് ആയിരിക്കണം. സോ ഫീൽഡ് എന്ന് പറയുന്നത് μ0 Ni ഡിവൈഡഡ് ബൈ 2R. അങ്ങനെയാണെങ്കിൽ കറണ്ട് ദാറ്റ് ഷുഡ് ബി സെൻറ്റ് എന്നാണ് ചോദ്യം. സോ I is equal to B × 2R ഡിവൈഡഡ് ബൈ μ0 N. എന്താണ് കൊടുക്കാം നമുക്ക്? മാഗ്നറ്റിക് ഫീൽഡ് 0.4 × 10⁻⁵ 2. റേഡിയസ് എത്രയാണ്? റേഡിയസ് തന്നിരിക്കുന്നു പൈ സെൻറ്റിമീറ്റർ. പൈ × 10⁻² by μ0 4π × 10⁻⁷. നമ്പർ ഓഫ് ടേൺസ് ഒരു ടേൺ ആണ്. സോ 1 പൈ കട്ട് ചെയ്യാം. 4.4 കട്ട് ചെയ്താൽ താഴെ ഒരു 10 ബാക്കി. 10ഉം 10⁻⁻7 താഴെ വരുന്നുണ്ട്. മുകളിൽ നമുക്ക് നോക്കാം. 2 ഉണ്ട്. 10⁻⁻5ഉം -2ഉം കൂടെ -7 വരുന്നുണ്ട്. താഴെ ഒരു 10ഉം 10⁻⁻7 ഉണ്ട്. 10ഉം 10⁻⁻7ഉം ഇത് വെട്ടിക്കളയാം. ഓക്കെ, സോ 2/10 0.2 ആംപിയർ. ദ ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണാം. 2/10 0.2 ആംപിയർ. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2019 കീം ക്വസ്റ്റ്യൻ ആണ്. പാർട്ടിക്കിൾ ഓഫ് മാസ് m, charge q, initial velocity v, subjected to uniform field along the vertical direction. ഫീൽഡ് ഉള്ളത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ ആണ്. അങ്ങനെയാണെങ്കിൽ ആ പാർട്ടിക്കിൾ എങ്ങനെ പോകും? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മക്കളെ, എങ്ങനെയാണ്? എൻട്രി 90 ഡിഗ്രിയിലാണെങ്കിൽ ചാർജ് മൂവ് ചെയ്യുന്നത് 90 ഡിഗ്രിയിലാണെങ്കിൽ അതിൻ്റെ പാത്ത് സർക്കിൾ ആയിരിക്കും. ചാർജ് മൂവ് ചെയ്യുന്നത് 0 ഡിഗ്രി അല്ലെങ്കിൽ 180 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ പാത്ത് സ്ട്രൈറ്റ് ലൈൻ പാത്തായിരിക്കും. എനി അതർ ആംഗിൾ ആണെങ്കിൽ അതിൻ്റെ പാത്ത് ഹെലിക്സും ആയിരിക്കും. നോക്കാം. ഫോളോ സർക്കുലർ പാത്ത് വി ഈസ് അലോങ് ദ വെർട്ടിക്കൽ ഡയറക്ഷൻ ആണോ? ഓൾറെഡി മാഗ്നറ്റിക് ഫീൽഡ് വെർട്ടിക്കലാ. വിയും വെർട്ടിക്കൽ ആയാൽ അതിൻ്റെ പാത്ത് സർക്കിൾ ആയിരിക്കില്ല, സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. മേക്ക് ഹെലിക്കൽ ഇഫ് വി ഈസ് മൂവിങ് അലോങ് ഹൊറിസോണ്ടൽ. അല്ല, ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, ഫീൽഡ് വെർട്ടിക്കലാണ്. ചാർജ് ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി വരും, സർക്കിൾ ആയിരിക്കും. മേക്ക് ഹെലിക്കൽ ഇഫ് ഈസ് നൈദർ പാരലൽ ഓർ യെസ്, അതാണ് കറക്റ്റ്. പാരലലോ 90 ഡിഗ്രിയോ അല്ലെങ്കിൽ അതിൻ്റെ പാത്ത് ഹെലിക്കലായിരിക്കും. ഓൾവേസ് സർക്കുലർ, ഓൾവേസ് ഹെലിക്കൽ തെറ്റാണ്. സോ ഓപ്ഷൻ സി മാത്രമാണ് കറക്റ്റ് ആൻസർ. 2019 അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ സർക്കുലർ ലൂപ്പ് ഓഫ് റേഡിയസ് ആർ ഇൻ XY പ്ലെയിൻ. XY പ്ലെയിനിലാണ് ആ സർക്കുലർ പാത്ത് ലൂപ്പ് കിടക്കുന്നത്. കറണ്ട് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. കറണ്ട് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആൻറ്റി ക്ലോക്ക് വൈസിൽ പോകുമ്പോൾ റൈറ്റ് ഹാൻഡിൻ്റെ ഈ 4 ഫിംഗേഴ്സ് ആൻറ്റി ക്ലോക്ക് വൈസ് പിടിക്കാം. അപ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്കാണ്, അതായത് Z ഡയറക്ഷനിലാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത് Z ഡയറക്ഷനിലായിരിക്കും. ആൻഡ് വാല്യൂവോ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂവോ μ0 Ni ഡിവൈഡഡ് ബൈ 2R. സോ n ഒരു ടേൺ ആക്കി എടുത്താൽ മതി. μ0 I/2R Z ഡയറക്ഷനിൽ. സോ ഓപ്ഷൻ സി, μ0 I/2R Z ഡയറക്ഷനിൽ. അടുത്ത ക്വസ്റ്റ്യൻ 2019.
Two parallel current carrying conductors separated by distance, which one of the following statement is true? Current flowing in same direction will lead to repulsion. തെറ്റാണ്. കറണ്ട് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അട്രാക്ഷൻ ആണ് വരിക. കറണ്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വിൽ ടു അട്രാക്ഷൻ. തെറ്റാണ്. കണ്ടക്ടേഴ്സ് വിൽ ഓൾവേസ് അട്രാക്ട്. തെറ്റാണ്. കറണ്ട് ഓൾവേസ് റിപ്പൽ. തെറ്റാണ്. കറണ്ട് ഫ്ലോയിങ് ഇൻ സെയിം ഡയറക്ഷൻ വിൽ ലീഡ് ടു അട്രാക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ വിൽ ലീഡ് ടു റിപ്പൽഷൻ. അതാണ് കറക്റ്റ് ആൻസർ. സോ വളരെ ചെറിയ സമയം കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് നമ്മൾ മൂവിംഗ് ചാർജസിലെ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാം നോക്കി പോകണം മക്കളെ. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, എക്സാമിന് ചോദിക്കും. ഓക്കെ ദെൻ ബൈ ബൈ.